നഗരങ്ങൾ കടന്ന വഴിക്ക് സാധാരണ ജനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ശ്രീധരൻ ആരാ എന്നുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരുത്തം പോണു എന്ന് പറയുമ്പോൾ ഈ പൊക്കോന്നല്ല പറയേണ്ടത്, എല്ലാവരും കൂടെ നിൽക്കുന്നതാണ് നേതാവ്. ഇവരെല്ലാവരും കൂടി കൂട്ടിയിട്ടാണല്ലോ ഒരു നേതാവിനെ ഉണ്ടാക്കുന്നത്. കൃഷ്ണകുമാറിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഉള്ളവർ തന്നെ അവിടെ കൃഷ്ണകുമാറിൻ്റെ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ തന്നെ ആ ആള് അവരെ തന്നെ കുറ്റം പറഞ്ഞ് അവരുടെ കൂടെ നിന്നവർ തന്നെ അവർക്ക് കാലുവാരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അധികവും ഉണ്ടാകുന്നത്. അതിന് പകരം അതും ഈ ഇലക്ഷൻ ടൈമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അബദ്ധമായിപ്പോയി. തെറ്റാണ്, അങ്ങനെയല്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ശരി, സംസ്ഥാന പ്രസിഡന്റല്ല, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഓപ്പണായി പറയുകയാണ്. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം തരൂർ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. എന്താണ് BJPക്ക് സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കും. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തവണ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത്. വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും വളരെയധികം വിജയപ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കിക്കണ്ടിട്ടുള്ളൊരു മണ്ഡലം തന്നെയാണ്. മാത്രമല്ല, മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 തവണയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭരണം ഏറ്റെടുത്ത് മുനിസിപ്പാലിറ്റി കൊണ്ട് നടത്തുന്ന ഒരു മണ്ഡലം കൂടിയായിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് നമ്മൾ നഷ്ടം വരുമ്പോഴുള്ളത് വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് പുറത്തൊരു സംബന്ധിച്ചിടത്തോളം. അതിൽ പറ്റിയിട്ടുള്ള വീഴ്ച എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൽ വന്നിട്ടുള്ള ചില ശ്രദ്ധക്കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് താഴേക്കടയിലുള്ള ആളുകൾക്ക് വേണ്ട സൗകര്യം ചെയ്ത് അവരെ മുന്നിലോട്ട് കൊണ്ടുവന്ന് അവരുടെ ത്രൂ പ്രവർത്തനം കൊണ്ടുവന്ന് അവരിലൂടെ വോട്ട് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം പല സ്ഥലത്തും ഓരോരുത്തരെ മുൻകൈ എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ആളുകളെ ഇഷ്ടപ്പെടാതെ വരുന്നു, എന്തിനും ഇങ്ങോട്ട് വരുന്നു, നിങ്ങളാര് വിളിച്ചു എന്നുള്ള ചോദ്യങ്ങൾ മറ്റുള്ള സ്ഥലത്തുനിന്നുള്ള പലയിടത്തും വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുമ്പോൾ അവർ പറയണത് ഞങ്ങളിവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനു പുറത്തുള്ള ആളുകൾ പണിയെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളടക്കം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ ഇവിടെയുള്ള ആളുകൾ ചെയ്യില്ലേ, ഇവിടെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എങ്ങനെ പ്രവർത്തനം നടക്കും എന്നുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ജനങ്ങളിൽ, പ്രവർത്തകരുടെ ഇടയിൽ, താഴേക്കിടയിലുള്ള പ്രവർത്തകരിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകളോ കഷ്ടങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്താ പ്രശ്നങ്ങൾ എന്നറിയിക്കാനോ അവർക്കുള്ള അവകാശമില്ല എന്ന് മാത്രമല്ല അവരോട് ചോദിക്കണമില്ല, അവർക്ക് ആർക്കും അറിയണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകളാണ് മെയിനായിട്ടും ഈ ഒരു ഇതിനുള്ള കാരണം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈവൻ ശ്രീധരൻ ശ്രീധരൻ മത്സരിച്ച സമയത്തടക്കം ഇത് തന്നെ ഉണ്ടായത്. കാരണം നല്ലൊരു സ്ഥലത്തെ നഗരത്തിൻ്റെ ഉള്ളിൽ മുഴുവനും മൂപ്പർക്ക് നല്ല ഭൂരിപക്ഷം വന്നു. നഗരങ്ങൾ കടന്ന വഴിക്ക് സാധാരണ ജനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ശ്രീധരൻ ആരാ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണു, താഴേക്കിടെയുള്ള ആളുകൾക്ക് എത്തിക്കുന്നില്ല പേര്. ആരാണ് ഈ ശ്രീധരൻ, എന്താണ് ഈ ശ്രീധരൻ, എവിടുന്നാണ് വന്നിട്ടുള്ളത്, എങ്ങനത്തുള്ള കഴിവുള്ള ആളാണ്, ഈ കഴിവുള്ള ആൾ ജയിച്ചു പോയാൽ എന്തൊക്കെ ഉണ്ടാവാൻ പറ്റും എന്നുള്ള നേട്ടം എന്തുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള പ്രവർത്തനത്തിൽ വിപുലീകരിക്കാനുള്ള ശ്രമം നടക്കാത്തതുകൊണ്ടാണ് ഈ ശ്രീധരൻ പോലും ഈ ടൗൺ വിട്ടതിന് ശേഷം ഭൂരിപക്ഷം കുറഞ്ഞ് പോകാൻ കാരണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴേക്കിടയിലുള്ള ആളുകളെ, ഇപ്പോൾ ഒരുത്തം പോണു എന്ന് പറയുമ്പോൾ ഈ പൊക്കോന്നല്ല പറയേണ്ടത്, ഓരോരോ അണികളെയും ആരായിട്ട് ഒരു വർക്കർ, ഒരു സാധാരണ ഒരു പണിയെടുക്കുന്ന ഒരാളാണെങ്കിലും അയാൾ ആ വർക്കർ നമ്മുടെ കൂടെ നിൽക്കണം. നിങ്ങളെല്ലാവരും കൂടെ വേണം, എല്ലാവരും കൂടെ നിൽക്കുന്നതാണ് നേതാവ്. ഇവരെല്ലാവരും കൂടി കൂട്ടിയിട്ടാണല്ലോ ഒരു നേതാവിനെ ഉണ്ടാക്കുന്നത്. ആ നേതാവുക്ക് അണികളില്ലെങ്കിൽ നേതാവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രവണത കാണിച്ച് മനസ്സിരുത്തി ഇനിയെങ്കിലും ഇവർ മുന്നോട്ട് സാധാരണ പ്രവർത്തകരെ ശക്തികേന്ദ്രമായിട്ട് ശരിക്കും മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഇതിന് വിജയിക്കുള്ളൂ. കാരണം സാധാരണ പ്രവർത്തകർ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഇതുമാതിരിയുള്ള ദോഷം ചെയ്യും. അവരായിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് കൊടുത്ത് അവരെ ബഹുമാനിച്ച് അവരെ സ്നേഹിച്ച് നല്ല രീതിയിൽ കൂടെ കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും ഇതിനെ വീണ്ടെടുക്കാൻ പറ്റും, നടത്താൻ പറ്റും. അല്ലാണ്ട് ഒരു കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആയി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ മാത്രം
ശ്രമിച്ചുകൊണ്ടോ നടക്കില്ല. കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സിസ്റ്റവും അതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ കൃഷ്ണകുമാറിനുള്ള ജയം സാധിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ സ്ഥാനാർത്ഥിയായുള്ള കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൃഷ്ണകുമാറിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഒരുപാട് ആളുകൾ പറഞ്ഞു, പറയുന്നവരുടെ കാര്യം പറയണം. ഞങ്ങൾ ഒരുപാട് ആൾ പറഞ്ഞില്ലേ മാറ്റണമെന്ന്, മാറ്റണമെന്ന്, അത് മാറ്റിയില്ല. ശരിയാണ്, ഒരു പോയിന്റ് അവിടെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ആ ഒരു പോയിന്റ് എടുക്കുമ്പോൾ നേതൃത്വം ഒന്ന് ആലോചിക്കാമായിരുന്നു, എന്നാൽ മാറ്റി ചിന്തിക്കാമായിരുന്നു. അത് ചിന്തിച്ചില്ല, കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്ഥാനാർത്ഥി ആരായാലും പ്രചാരണം നന്നാക്കിയിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു. ജയിക്കും. പ്രചരണം നന്നാക്കണം. പ്രചരണം ഒരുപാട് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഉള്ളവർ തന്നെ അവിടെ കൃഷ്ണകുമാറിൻ്റെ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ തന്നെ ആ ആൾ അവരെ തന്നെ കുറ്റം പറഞ്ഞ് അവരുടെ കൂടെ നിന്നവർ തന്നെ അവർക്ക് കാലുവാരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അധികവും ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ BJP വിട്ടുപോകുന്ന കാര്യമാണ്. സാധാരണ പ്രവർത്തകനാണെങ്കിൽ പോലും അയാളെ കൂടെ നിർത്താനുള്ള ശ്രമം. ഈ സന്ദീപ് വാര്യർ പോയപ്പോൾ ഇത്തരമൊരു ശ്രമം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോകാൻ തന്നെ കാരണം ഇത്തരം അവഗണനയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് സന്ദീപ് വാര്യർ എന്നുള്ള ഒരു വ്യക്തി അവിടെ ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ വ്യക്തി പോയി, അയാൾക്ക് സംഘടന ഇഷ്ടപ്പെട്ടില്ല, സംഘടന സിസ്റ്റം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സംഘടന ഇത്രയും കാലം പ്രവർത്തിച്ചു, അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ആ സംഘടന ശരിയല്ല എന്ന് തോന്നിയ ആൾ പോയി. അതുമാതിരി അങ്ങനെയുള്ള ആളുകളെ പോവാൻ വിടരുത് എന്ന് ഞാൻ പറയണത്. ഒരു സന്ദീപ് വാര്യരല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയല്ല പറയണത്. അതേമാതിരി ഓരോ വ്യക്തികളെയും അവർക്ക് എന്ത് പ്രശ്നമുണ്ടോ അതിൽ പുറത്ത്, ആ സംഭവം പുറത്ത് വരാത്തതിന് മുമ്പ് തന്നെ അതിനെ കെടുത്തി അതിനെ നല്ല രീതിയിൽ അതിനെ ഏകോപിച്ച് കൊണ്ടുപോയി അതിനെ നല്ല രീതിയിൽ അതിനെ പുറത്തു വരാതാക്കി ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടിയിരുന്നു. അതിന് പകരം അതും ഈ ഇലക്ഷൻ ടൈമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അബദ്ധമായിപ്പോയി. BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രാദേശിക നേതാവാണ് പോയത്, ഒന്നും സംഭവിക്കില്ല എന്നാണ്. അതൊക്കെ അബദ്ധമായി, തെറ്റാണ്. അങ്ങനെയല്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ശരി, സംസ്ഥാന പ്രസിഡന്റല്ല, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഓപ്പണായി പറയുകയാണ്, തെറ്റ് തന്നെയാണ്. കാരണം ഒരു പ്രവർത്തകൻ പോയാൽ തന്നെ പാർട്ടിക്ക് നഷ്ടമാണ്. അപ്പോൾ പ്രവർത്തിക്കുന്ന ആര് പോയാലും ഓരോ പ്രവർത്തകനും പലതുള്ളി പെരുവെള്ളമാണ്. അങ്ങനെ ഓരോരുത്തരെയും ചേർത്തിട്ടാണല്ലോ ഇത്രയും കാലം ഈ പാർട്ടി ഇത്രയധികം വളർന്നിരിക്കുന്നത്. അല്ലാണ്ട് നീ വേണ്ട ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന പ്രക്രിയയാണെങ്കിൽ ഈ പാർട്ടി എത്രത്തോളം വളരുമോ? അപ്പോൾ നമ്മൾ ഈ വളർന്നതിന് ശേഷം അല്ലെങ്കിൽ എല്ലാം നമ്മൾക്ക് ഉണ്ടായി എന്നതിന് ശേഷം താഴെ കിടന്ന് മറക്കരുത്. നമ്മൾ എവിടുന്ന് വന്നോ ആ ഭാഗം നമ്മൾ മറക്കരുത്. നമ്മൾ എവിടുന്നാണ് വന്നത്? ഇത്രയും ഇങ്ങനെയുള്ള പാവപ്പെട്ടവരും ആളുകളെയും ഓരോരുത്തരെയും പ്രവർത്തിച്ചിട്ട് വീടും കൂടിയും വിട്ട് എല്ലാം പണിയും തുരം കളഞ്ഞ് എല്ലാം ചെയ്ത് പാർട്ടിയെ വളർത്തി എല്ലാം കഴിഞ്ഞ് നീ വേണ്ട ഞാൻ വേണ്ട പറഞ്ഞാൽ അതെല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി. തീർച്ചയായിട്ടും. ചെറിയൊരു കാര്യം എന്നെ പിച്ചി എന്ന് പറയുന്ന കാര്യം വരുന്നതിന് മുമ്പ് ആ പറയണതിനെ വലുതാക്കി വേർപ്പിക്കാതെ പ്രശ്നം അവിടെ പരിഹരിക്കുക ഒന്നുമില്ല. ആരെങ്കിലും ഒരാൾ പോയി സംസാരിച്ച പ്രത്തമുള്ള കാര്യത്തിനെ ഇത്രയും വലുതാക്കി അതിനെ ഒരു ഫുട്ബോൾ ഇതാക്കി വീർപ്പിച്ച് പൊട്ടിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആയത്. അതിനു മുമ്പ് അതിന് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവിടെ കൊണ്ട് കെട്ടടങ്ങുമായിരുന്നു, നല്ലൊരു ലെവലിൽ വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതിന് മുൻകൈ ആരും എടുക്കുന്നില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ആര് പോയാലും എനിക്കൊന്നുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള പ്രവണത മാറ്റണം. ആര് പോയാലും, ഇവിടെ ഒരു വർക്കർ പോയാലും പ്രവർത്തകൻ പോയാൽ വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ സന്ദീപ് വാര്യർ എഫക്റ്റ്, മുമ്പരുടെ ആ ഫാക്ടർ നഗരത്തിലെ വോട്ട് ചോർച്ചയിൽ ഘടകമായിട്ടുണ്ടോ? അദ്ദേഹം പോയതിനു ശേഷം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ ചോർച്ചയാണ് BJP ശക്തി കേന്ദ്രങ്ങൾ നടക്കുന്നത്. ആ ഫാക്ടർ ഘടകമായിട്ടുണ്ടോ? ഇല്ല. സന്ദീപ് വാര്യരുടെ കാരണം കൊണ്ടൊന്നും വോട്ട് ചോർച്ചകളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, പറയാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവർ ആവശ്യമില്ലാതെ അയാളുടെ ഫാമിലിയും അയാളതിനെ വിളിച്ച് ഒരുപാട് ശല്യം ചെയ്ത് എൻ്റെ പേരിൽ വല്ല വ്യക്തിപരമായിട്ട് ആളുകൾ വല്ലതും മാറിയിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പാർട്ടിപരമായിട്ട് ഒരു സന്ദീപ് വാര്യരുടെ അതൊന്നും കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതല്ല കാരണം. ഇതിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ കൃഷ്ണകുമാറിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണകുമാരെ ജയിച്ചാൽ നമുക്ക് എന്തൊക്കെ പ്രാധാന്യം കിട്ടും, അല്ലെങ്കിൽ നമ്മളൊരു BJP പ്രതിനിധി അസംബ്ലിയിൽ പോയാൽ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പ്രാതിനിധ്യം കാണിച്ചു കൊടുക്കണം. ആർക്ക്? വോട്ടർമാർക്ക്.
അതിൻ്റെ പിഴവ് വരുമ്പോഴാണ് നമുക്കതൊക്കെ പറ്റുന്നത്. ഈ സംഗതികൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുക, ആ നിലക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാവും, പാർട്ടി തലത്തിൽ തന്നെ ആ നിലക്കുള്ള ഇടപെടലുണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പ്രത്യേക യോഗം കൂടാൻ പോകണമല്ലോ. ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് അടിയന്തര യോഗം കൂടാൻ പോകണം. പിന്നെ ഇതെന്തായാലും ഇതൊരു ചർച്ചാ വിഷയമാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന 2 ടേമായിട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നൊരു മണ്ഡലത്തിൽ ആ ഏരിയയിൽ തന്നെ നമുക്ക് നഷ്ടം വന്നിരിക്കുന്നു. വോട്ട് നഷ്ടം വരുമ്പോൾ നമുക്ക് ആരും ചിന്തിക്കുമല്ലോ. ഇപ്പം എല്ലാവർക്കും വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണത്. ചിന്തിക്കേണ്ട കാര്യമാണ്. അത് തിരുത്തണം, എത്രയും പെട്ടെന്ന് തിരുത്തണം. കാരണം വെച്ചാൽ 25-ൽ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകണം, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരാൻ പോകണം, 26-ൽ അസംബ്ലി ഇലക്ഷൻ വരാൻ പോകണം. അതിന് മുമ്പ് നമ്മളിത് തിരുത്തിയേ പറ്റൂ. എല്ലാവരും ഒന്നിച്ചു കൂട്ടി എല്ലാ നേതാക്കളും, എൻ്റെ ഒരൊറ്റ അഭിപ്രായം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ നേതാവ് എന്നുള്ള ചമയാതെ ഞാനും മറ്റുള്ളവരെ മാതിരി ഒരു പ്രവർത്തകനാണ് എന്നുള്ള നിലയ്ക്ക് താഴേക്കടയിൽ വന്ന് പണിയെടുത്ത് താഴേക്കടയിലുള്ള ആളുകളെ അവരുടെ സഹോദരങ്ങളുമാരെ കണ്ട് ആജ്ഞാപിക്കുന്നൊരു ശീലം മാറ്റി സ്നേഹിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നൊരു പ്രവണത കൊണ്ടുവന്നാൽ തീർച്ചയായും നേരായി പോകും. എന്തായാലും BJPക്ക് നഗരത്തിലടക്കം വോട്ട് ചോർച്ചയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടണം. ആ നിലയ്ക്ക് പരിശോധന ഉണ്ടാകും. ഒപ്പം തന്നെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിനടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി അംഗം തരൂർ സുരേന്ദ്രൻ വിശദീകരിക്കുന്നത്.